നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അന്വേഷണം എവിടം വരെയായി? അന്വേഷണം നാഗർകോവിൽ വരെ എത്തി. നാഗർകോവിലോ? ഏത് നാഗർകോവില്? എനിക്കറിയുന്ന ഇന്ത്യയിലെ ഒരൊറ്റ നാഗർകോവിലേ ഉള്ളൂ. അന്ന് പോലീസ് വന്നപ്പോ നിങ്ങൾ നാഗർകോവിൽ പോയ കാര്യം എന്താ മറച്ചു വെച്ചത്? അങ്ങനെ പോലീസിനോട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ട കാര്യമൊന്നുമില്ല. സാധാരണക്കാര് പറയേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ പരോളിൽ ഇറങ്ങിയ ഒരു പ്രതിയാണ്. നിങ്ങൾ സംസ്ഥാനം വിട്ടു പോകുമ്പോൾ അത് പോലീസിന്റെ പെർമിഷനോട് കൂടി വേണം പോവാൻ. പരോൾ വ്യവസ്ഥ ലംഘിച്ചു എന്നുള്ള ഒറ്റ കാരണം മതി നിങ്ങളുടെ പരോൾ റദ്ദ് ചെയ്ത് നിങ്ങളെ വീണ്ടും ജയിലിലടയ്ക്കാൻ. എന്റെ പൊന്ന് ചേച്ചിയുടെ നാത്തൂനെ, ഞാൻ പോയത് എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിട്ടാ. പിന്നെ എനിക്കറിയാലോ അത്. എടവപ്പാതയിലെ അത്രേ ആൾക്കാരുടെ മുഴുവൻ കുറ്റവും സ്വയം ഏറ്റെടുത്ത് ജയിലിലേക്ക് പോകാനുള്ള വിശാല മനസ്കതയൊന്നും നിങ്ങൾക്കില്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടറിയാം. എന്റെ ഒരൊറ്റ ഫോൺ കോൾ മതി പോലീസ് ഇവിടെ വരാൻ. നിങ്ങൾ നാഗർകോവിൽ പോയതിന്റെ തെളിവൊക്കെ ഞാൻ പോലീസിന് മുമ്പിൽ നിരത്തിയാൽ ആ വന്ന പോലീസ് ജീപ്പിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ച് ജയിലിലേക്ക് പോവാം. അപ്പൊ ഞാൻ എന്ത് വേണം? പോലീസിനെ വിളിക്കട്ടെ? എന്റെ പൊന്ന് സാറാ, കുഴപ്പിക്കല്ലേ. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. എന്ത് വേണമെങ്കിലും ചെയ്യും? അല്ല, എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് ഒരു കാര്യം, ഞാൻ പോലീസിനെ വിളിക്കാം. അയ്യോ അല്ല, ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കട്ടെ. ഒരു മിനിറ്റ് ആലോചിക്കാനൊന്നും സമയമില്ല. മനുഷ്യന്റെ സമയത്തിന് എന്താ വിലയില്ല. അങ്ങനെ ഉത്തരം പറയാൻ പറ്റുമോ? അങ്ങനത്തെ കാര്യമല്ലല്ലോ ഇത്. ഒരു മിനിറ്റ് പെട്ടെന്ന് പറ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം. പോലീസിനെ വിളിക്കണം, പിടിച്ചു കൊടുക്കണം, ഒക്കെ എന്തൊക്കെ കാര്യം. നീ ഇങ്ങനെ പോലീസ് എന്ന് പറഞ്ഞ് എന്നെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ഈ ആലോചിച്ചോണ്ടിരിക്കുമ്പോ ടെൻഷൻ അടിച്ചാൽ എനിക്ക് ആലോചന വരത്തില്ല. അതുകൊണ്ടാ, ചെറുപ്പം മുതലുള്ള ശീലമായതുകൊണ്ടാ സാറാ. പ്ലീസ് പെട്ടെന്ന് ആലോചിക്കാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. അത് പിന്നെ പോലീസിനെ വിളിക്കട്ടെ? വേണ്ട, ഞാൻ ചെയ്യാം. വെരി ഗുഡ്. അപ്പൊ ഒരു കാര്യം ചെയ്, ഇപ്പൊ തന്നെ ആശ്രമത്തിലേക്ക് വിട്ടു. അയ്യോ, ആശ്രമത്തിലേക്കോ? സന്യസിക്കാനോ? എനിക്ക് യാതൊരു താല്പര്യമില്ലാത്ത കാര്യമാണ് സന്യാസം. സന്യസിക്കാനല്ല, ആശ്രമത്തിൽ പോയി നാത്തൂനെ കണ്ട് പറയണം ഈ തറവാട് ആശ്രമത്തിന് വിട്ടുകൊടുക്കണ്ടെന്ന് പറയാം. അയ്യോ, അങ്ങനെ പറയാൻ പറ്റില്ല. അവിടെ പോയി എന്നാ പിന്നെ ഞാൻ പോലീസിനെ വിളിക്കാം. അയ്യോ, അത് വേണ്ട. അതായത് പോലീസിനെ സമയം എടുക്കുന്നത്? ഞാൻ നിക്കല്ലേ, കണ്ടൂടെ? പ്ലീസ്, എനിക്ക് അറ്റാക്ക് വരും. പെട്ടെന്ന് പറ. അതായത് ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഈ തറവാട് ആശ്രമത്തിന് കൊടുക്കുന്നില്ല എന്ന് പറയിപ്പിക്കണം. ഞാൻ തന്നെ പോയി പറയണം. അല്ല, ഞാൻ പറയൂല്ലോ. അതെ. പോലീസിനെ വിളിക്കട്ടെ? വേണ്ട, ഞാൻ ആശ്രമത്തിലേക്ക് പോകണം. വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. അപ്പോ ഇപ്പൊ തന്നെ ആശ്രമത്തിലേക്ക് വിട്ടോ കേട്ടോ. പിന്നെ നമ്മളിപ്പോ ഇവിടെ സംസാരിച്ച കാര്യമില്ലേ, അതിന് പുറത്ത് ആരും അറിയരുത്. അങ്ങനെ ആരെങ്കിലും അറിഞ്ഞാ അത് വാറ്റുരാധയുടെ ഇമേജിനെ ബാധിക്കും കേട്ടോ. ആരോടും പറയല്ലേ? ഞാൻ ആരോടും പറയില്ല. പക്ഷെ നീ ആരോടും പറയരുത്. അയ്യോ, ഞാൻ പറയില്ല. അറിയാണ്ട് പറഞ്ഞു പോയാലോ? ഇല്ല, ഞാൻ പറയില്ല. എനിക്ക് ഒരൊറ്റ വാക്കേ ഉള്ളൂ, ഞാൻ പറയില്ല. ഡീൽ. ഡീൽ. എങ്ങാനും പുറത്തിറങ്ങ ജയില് പരോള് റദ്ദാക്കല്ലേ? ഇല്ല, പറയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.